നമസ്കാരം, ദേവാണ്. എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയില് വിഷു ആശംസകൾ. ഒരു ചെറിയ വ്ലോഗാണ് കേട്ടോ, ഇൻ ഡീറ്റെയിൽ സംഭവങ്ങളൊന്നുമല്ല. നമ്മുടെ നാട്ടില് എൻ്റെ നാട്ടിലെ വിഷു ആഘോഷം സംഭവം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഫാമിലി ആയിരുന്നു. ഏർലി മോർണിംഗ് അമ്മമ്മ വന്നിട്ട് കണി കാണിച്ചതിന് ശേഷം അമ്പലത്തിൽ പോവുക, അത് കഴിഞ്ഞ് സദ്യ വട്ടങ്ങൾ ഒരുക്കുക, അപ്പോഴേക്കും റിലേറ്റീവ്സ് ഒക്കെ വരിക, ഇരുന്ന് സദ്യ കഴിക്കുക, അത് കഴിഞ്ഞ് സദ്യ കഴിച്ചതിന് ശേഷം മുറുക്കുക, പിന്നെ ഇരുന്ന് ആ സദ്യയുടെ കാര്യങ്ങളൊക്കെ പറ്റി ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുക. വൈകിട്ട് ആകുമ്പോൾ കുറച്ച് കമ്പത്തിന് സംഭവങ്ങളൊക്കെ ഉണ്ടാവും, അതും പൊട്ടിക്കുക, തലേ ദിവസം പൊട്ടിക്കും കേട്ടോ. എന്നാൽ അതിൽ നിന്ന് എൻ്റെലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വിഷു എക്സ്പീരിയൻസ് ആണ് ഇവിടെ കൊച്ചിയിൽ വന്നതിന് ശേഷം. കാരണം വേറൊന്നും കൊണ്ടല്ല, അമ്മയ്ക്ക് അച്ഛനും കാറ്ററിംഗ് ഉണ്ട്. സോ വിഷു ആണെങ്കിലും അന്നത്തെ ദിവസം സദ്യ നമ്മൾ സെയിലാക്കുന്നുണ്ട്, അതിൻ്റെ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം റിലേറ്റീവ്സ് ഇപ്പോൾ ഇത്തവണ അമ്മൂമ്മയിലുണ്ട്, ഉച്ച കഴിയുമ്പോൾ കുറച്ച് റിലേറ്റീവ്സ് അമ്മൂമ്മയെ കാണാനൊക്കെ ആയിട്ട് വരും. അപ്പം ഞാൻ ആസ് യൂഷ്വൽ കാലത്ത് എനിക്ക് കണി കണ്ടു, അമ്പലത്തിൽ പോയി തിരിച്ചു വന്നു. ഇന്ന് ജസ്റ്റ് ഞാൻ ഒരു സദ്യവട്ടങ്ങൾ, ഇവിടുത്തെ എന്തൊക്കെ സദ്യവട്ടങ്ങളാണ് ഉള്ളതെന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ്, നമുക്ക് കാണാം. ബൈ. ഫുൾ മെസ്സാണ്, ബിക്കോസ് ഞാൻ പറഞ്ഞില്ലേ ഇത് കൊടുത്തു വിടാനുള്ള ഒരു തിരക്കില്ല. അമ്മ പാക്കിംഗ് റൂമൊക്കെയാണ്. ചെഫ് മിനി ഗോപിനാഥ് ഒരു വിഷു കൊടുക്കും, ഒരു ഹാപ്പി വിഷു കൊടുക്കും, നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു വിഷു ഹാപ്പി വിഷു. അപ്പം എന്തൊക്കെ ഐറ്റംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെൻ്റെ അമ്മ കഷ്ടപ്പെട്ട് അമ്മേശൻ്റെ ഫുൾ ക്രെഡിറ്റ്സ് ആണ് കേട്ടോ. അവർ ഇന്നലെ തൊട്ട് ഫുൾ ഇതിൻ്റെ പുറകെ ആയിരുന്നു. ഏർലി മോർണിംഗ് എനിക്കാണ് ഉണ്ടാക്കിയത്, രാത്രിയൊക്കെ ഫുൾ കഷ്ണരികളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ഇവിടെ വിഷു സദ്യ എന്തൊക്കെയാണ് സംഭവം എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഡറിൽ പറയുകയാണെങ്കിൽ ആ സംഭവങ്ങളൊക്കെ അകത്താണ്, പക്ഷെ എന്നാൽ പോലും കൂട്ടുകറിയുണ്ട്, ദെൻ പൈനാപ്പിൾ എന്തായിരുന്നു ഇത്, മുന്തിരി പച്ചടി ഉണ്ട്, ദെൻ അമ്മൂമ്മയുടെ ഫേവറേറ്റ് നല്ല മാമ്പഴ പുളിശ്ശേരി ഉണ്ട്, ദെൻ നമ്മുടെ അച്ചാർ മാങ്ങ ഉണ്ട്. ഇത് നമ്മുടെ കൂട്ടുകറിക്ക് ബാക്കി വന്ന കടല ഉണ്ടോ, ഇത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മുരിക്കും. ഇത് രസം, അത് കൊണ്ടുപോകാനായിട്ട് എടുത്തു വെച്ചിരിക്കുകയാണ്. ആക്ച്വലി ഇതാണ് നമ്മുടെ സദ്യയുടെ കിറ്റ്. ഇത് അമ്മ സെറ്റാക്കി നിറച്ച് വെച്ചേക്ക്. ഇതിനകത്ത് ഫുൾ കിറ്റ് ഉണ്ട്, മറ്റേ ഉപ്പേരിയും സംഭവങ്ങളെല്ലാം ആയിട്ട് ഫുൾ കിറ്റായിട്ട് നമ്മൾ സദ്യ കൊടുക്കണേ. പെർ 400 അല്ലേ മേ? 400 ആണ് പെർ ഫുൾ സദ്യ വിത്ത് ഇല കേട്ടോ. എന്താ നോക്കണം, നമ്മൾ നാട്ടിലൊക്കെ വാഴമേന്ന് ഇല മുറിച്ചെടുക്കണമായിരുന്നു, ഇവിടെ ഇപ്പോൾ ഇല മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കേണ്ട അവസ്ഥയായി. സംഭവങ്ങൾ കഴിഞ്ഞിട്ടില്ല. ഇതാ നമ്മുടെ ഓലൻ കുക്കറിൽ കിടന്നിട്ട് ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കുമ്പളങ്ങയല്ലേ മേ? ആ കുമ്പളങ്ങയും പയറും ഓലൻ, ദെൻ അവിയലുണ്ട്, ദെൻ പപ്പടം ഇങ്ങനെ കാച്ചിക്കൊണ്ടിരിക്കുന്നു. ഫസ്റ്റ് ട്രിപ്പ് സാമ്പാർ, ഇത് ഇനി സദ്യ കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. 15 ലാസ്റ്റ് കുറച്ചേ വരുള്ളൂ. ദെൻ നമ്മുടെ ഇടിയഞ്ചക്ക തോരൻ ഇടിയഞ്ചക്ക എവിടെ നിന്ന് കിട്ടിയമ്മേ? ഓ, നമ്മുടെ ഇടിയഞ്ചക്ക മാർക്കറ്റിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത്. പലർക്കും എവിടെ നിന്നാണ് കിട്ടാറ്, മാവുമെന്നോ പ്ലാവുമെന്നോ, പക്ഷെ ഇവിടെ നിന്ന് ഇടിയഞ്ചക്ക നമ്മുടെ മാർക്കറ്റിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത് എന്നാണ് നമ്മുടെ മിനി ഭയങ്കര ശക്തമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മിക്കവാറും ഇതൊക്കെ കഴിയുമ്പോൾ എന്നെ എടുത്തിട്ട് അലക്കും. ഇത് രസം, പിന്നെ ഉപ്പേരി ഐറ്റംസ്, പാവയ്ക്ക കിച്ചടി, ഇത് നമ്മുടെ മൈ ഫേവറേറ്റ് പരിപ്പ്. കാരണം സദ്യ തുടങ്ങുമ്പോൾ പരിപ്പും പപ്പടവും കൂടി കുഴച്ച് കഴിച്ചതിന് ശേഷമാണ് ബാക്കി ഐറ്റംസിലോട്ടൊക്കെ പോവുക. പിന്നെ പാലട പായസം, പഴപ്പായസം. ഇതാണ് നമ്മുടെ ഇന്നത്തെ വിഷു സദ്യ സ്പെഷ്യൽ. അപ്പോൾ കുട്ടി വ്ളോഗായിരുന്നു. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് സദ്യയൊക്കെ കഴിച്ച് പായസമൊക്കെ കഴിച്ച് സെറ്റായിട്ട് റിലേറ്റീവ്സിൻ്റെ കൂടെ എൻജോയ് ചെയ്യുക. വൺസ് അഗെയിൻ ഹാപ്പി വിഷു. സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്. ഓക്കെ, ഗുഡ് ബൈസ്.